ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതെ ഞാൻ ചൂലൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് തന്നെ സംഭവം. ഞാൻ വിചാരിച്ചു നമ്മുടെ വീടൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. കുറേ റിക്വസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഡീപ്പ് ക്ലീനിങ് വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം. ഡീപ്പിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഓൾറെഡി വീടൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണ്. എന്നാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ, അപ്പോൾ കുറച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിറ്റ് ഔട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇവിടെ താഴെ അത്യാവശ്യം കച്ചറ എന്തായാലും എന്നും കാണും, കാരണം അത്യാവശ്യം കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ടും റോഡ് സൈഡിലായ വീടായതുകൊണ്ടും സിറ്റ് ഔട്ട് അത്യാവശ്യം പൊടിയൊക്കെ കാണും. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ തൂക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ. റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി അടിക്കാറുണ്ട്. അതുമല്ല ഇപ്പം നല്ല കാറ്റിൻ്റെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടും കൂടി പൊടി നന്നായിട്ട് കയറാറുണ്ട്. നമ്മൾ എത്ര തൂത്തിട്ടാലും എപ്പോൾ ചെന്ന് നോക്കിയാലും സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൂത്ത് കൊടുക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കയറുമെന്ന് വിചാരിക്കും നമ്മളിവിടെ തൂക്കാറേ ഇല്ലെന്ന്, അമ്മാതിരി പൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നീളമുള്ളൊരു സിറ്റ് ഔട്ടാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കേ, ഇത് രണ്ട് ഭാഗമായിട്ടാണ് കേട്ടോ ഈ സിറ്റ് ഔട്ട്. നമ്മൾ ഈ വൈറ്റ് ടൈലിട്ടിരിക്കുന്ന ഭാഗം നമ്മുടെ പഴയ സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും പുതിയതായിട്ട് ഇറക്കിയതാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല നീളത്തിലാണ് നമ്മുടെ സിറ്റ് ഔട്ട് കിടക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം തൂക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കൂടെ തൂത്തിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലോട്ടാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് നമുക്ക് മുറ്റം തൂക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തൂത്ത് കളയാലോ എന്ന് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റ് ഔട്ടെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ തയ്യൽ മെഷീൻ നമ്മൾ ബാക്കിലോട്ട് കൊണ്ടിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ തുടയ്ക്കുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ, കാരണം പൊടി കയറുന്നത് കൊണ്ട് പിന്നെയും ഇതിങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ പിന്നെ എന്നാലും ഒന്ന് തൂക്കല്ലേ, എന്നാൽ ഒന്ന് തുടച്ചേക്കാമെന്നൊന്ന് വിചാരിച്ചു. അതുമല്ല കിച്ചൂസിൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മാങ്ങയുടെ, നമ്മൾ വൈറ്റ് മാങ്ങ നമ്മൾ വെള്ളയ്ക്ക് ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് താഴെ പോയിട്ട് അവിടെ എല്ലാം അതിൻ്റെ ഒരു പാടുമൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഡീപ്പായിട്ടൊന്ന് തുടച്ചും കൂടെ എടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷൂറാക്കൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മളത് മാറ്റാനൊന്നും പോയില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോൾ പോകും എന്ന രീതിയിലാണ് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കാർഗോയിൽ നമ്മുടെ ഷൂറാക്ക് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം അത് നിലം പൊത്തിയിരുന്നു. അതുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ കൈ കടത്തുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു TV സ്റ്റാൻഡിലാണല്ലോ നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ എല്ലാം ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത്. മമ്മിയുടെ ഹെൽമെറ്റാണ് കേട്ടോ, അതൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ആ ഒരു സാധനം കണ്ടോ, അത് നമ്മുടെ ഫ്രഷ്നറാണ്. നമ്മളത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല മണമുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദിവാൻ കോട്ടിൽ കിടന്ന നമ്മുടെ ആ ഒരു തുണിയെല്ലാം എടുത്തൊന്ന് ഞാൻ തട്ടിക്കൊടയുന്നുണ്ട്. പൊടിയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യം നമ്മൾ തട്ടിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പൊടി കയറി കുമിഞ്ഞ് കൂടുന്ന അല്ലാണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ലിവിങ് ഹാളാണ് ഇത് കേട്ടോ. അതൊരു അത്യാവശ്യം ചെറിയൊരു ഹാളായതുകൊണ്ട് നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ഭാഗമേ അവിടെ നമുക്ക് വൃത്തിയാക്കാനുള്ളൂ. അവിടെ നമ്മൾ ആരും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ആരെങ്കിലും വന്നാൽ പോലും അവിടെ ഒന്നും ഇരിക്കാറില്ല. കാരണം എല്ലാവരും വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലാണ് ഇരിക്കുന്നത്. ആരും ഉള്ളിലോട്ട് കയറാറില്ല. കാരണം സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ നീളത്തിൽ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും വന്ന് അവിടെയാണ് കേട്ടോ കൂടുതൽ ഇരിക്കാറ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് റൂമാണ് കേട്ടോ. അവിടെ നമ്മളതെല്ലാം ഒന്ന് തട്ടിക്കൊടഞ്ഞിട്ട് നമ്മൾ പുതിയ ഷീറ്റൊക്കെ ഒന്ന് വിരിക്കുന്നുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കിച്ചൂസ് അവിടെ ഇരുന്ന് ഹോർലിക്സ് ഒക്കെ തിന്നിട്ട് അവിടെ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ എല്ലാം നമുക്കൊന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു റൂം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്തതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടച്ചിട്ടിരിക്കുന്നത്. അങ്ങനെ അടച്ചെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നേരെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. ഹാളിലോട്ട് വന്നിട്ട് നമ്മൾ അവിടെ എല്ലാം ഒന്ന് ഡീപ്പായിട്ടായിരുന്നു വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ദിവാങ്കോട്ടിൻ്റെ സൈഡിലെല്ലാം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നേ. ജനലിൽ നിന്നൊക്കെ അടിക്കുന്ന പൊടികൾ, നമുക്കിവിടെ നല്ല പൊടിയുടെ ശല്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തൂത്ത് നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിൽ പോലെ എപ്പോൾ നോക്കിയാലും പൊടി കാണാം. എന്താണെന്ന് അറിയത്തില്ല, ഇത്രത്തോളം പൊടി ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യ. നല്ല രീതിയിൽ എപ്പോൾ നോക്കിയാലും പൊടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുടച്ചു കൊടുക്കാറുണ്ട്, കാരണം അത്രയ്ക്ക് പൊടിയുണ്ട്. അങ്ങനെ മമ്മിയുടെ റൂമിൽ നിന്നും പൊടിയെല്ലാം ഞാനിങ്ങനെ തൂത്തിറക്കുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു റൂമിൻ്റെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വെച്ചാൽ മമ്മിയുടെ കിടപ്പുണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു റൂമിൻ്റെ വീഡിയോ പിന്നീട് പ്രത്യേകിച്ച് എടുക്കാഞ്ഞത്.
ഞാൻ എൻ്റെ റൂം ടോട്ടലി ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. നമ്മുടെ ബെഡ് നേരത്തെ ഈ വിൻഡോയുടെ സൈഡിൽ നിന്നല്ലായിരുന്നു ഇട്ടിരുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിരിച്ച് അങ്ങോട്ട് മാറ്റി, അലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ മാറ്റി കേട്ടോ. സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഡീപ്പ് ക്ലീനിങ് വേണ്ടത് നമ്മുടെ റൂം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടെ ആണെങ്കിൽ നാളെ അവിടെ ആയിരിക്കും നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മെയിനായിട്ട് ചേഞ്ച് ചെയ്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നില്ല, എൻ്റെ AC ഫാനും ഒക്കെ ഒരേപോലെ അടിച്ചു തരും. അപ്പോൾ പുതിയ ഫാൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ബെഡ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഫാൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. നമുക്ക് AC വേറെ 2 ദിവസം കൂടെ എടുക്കും. അപ്പോൾ നമ്മൾ ബെഡ് അങ്ങോട്ട് മാറ്റിയിട്ടത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബെഡൊക്കെ ഒന്ന് ചീത്തയായി കിടക്കുന്നത്. ഞാൻ ഷീറ്റ് ഇന്നലെ മാറ്റിയതായിരുന്നു. ഷീറ്റ് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, അത് തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വൃത്തിയാക്കിയിട്ട് ആദ്യം നമുക്ക് വിൻഡോസൊക്കെ ഒന്ന് നമുക്ക് കർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുത്ത് നമുക്ക് ഈ ജനലൊക്കെ നമുക്ക് ആദ്യം ഒന്ന് തുറന്നിടാം. തുറന്നിട്ടാലൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊടി വരും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ തുറന്നിടണം, കുറച്ച് വായു സഞ്ചാരമൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട്. നമുക്കപ്പോൾ ആദ്യം ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമല്ലോ. നമ്മുടെ ജനലൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. പ്രത്യേകിച്ച് ക്ലീൻ ചെയ്യാറൊന്നുമില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് മാറാതെ കയറാറുണ്ട്. അപ്പം ഞാൻ വല്ലപ്പോഴൊക്കെ തട്ടി കൊടുക്കാറുണ്ട്. കാരണം കൊച്ചൊക്കെ ഉള്ളതല്ല, ഒരുപാട് പൊടിയൊന്നും പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ ആ ബെഡ് അവിടെ നിന്ന് ഈ ഭിത്തിയിലോട്ട് മാറ്റി അലമാര ഇവിടെ ഒരെണ്ണം ഇവിടെ വെച്ചു, ഒരലമാര അവിടെ വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, സത്യം പറഞ്ഞാൽ നല്ല ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പില്ലോസുകളെല്ലാം കട്ടിലേന്ന് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിക്കുന്ന ചടങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റ് മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഷീറ്റ് മാറ്റാത്തത്. നമ്മുടെ ആ ഒരു കട്ടിലും നമ്മുടെ ആ ഒരു അലമാരെല്ലാം കൂടെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് ആ ബെഡ്ഷീറ്റ് വിരിക്കാനത് പറ്റത്തില്ല കേട്ടോ. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ കേട്ടോ, കിച്ചൂസ് ഒന്നും കയറിയ തീരാത്ത പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാലും ഒരുവിധമൊക്കെ ഞാൻ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു ചൂടനുസരിച്ച് നമുക്കൊരു ബ്ലാങ്കറ്റിൻ്റെ ആവശ്യം നൈറ്റ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ബ്ലാങ്കറ്റ്, പക്ഷേ കിച്ചൂസിന് കിടക്കുന്ന സമയത്ത് ബ്ലാങ്കറ്റ് വേണ്ടത് കൊണ്ട് നമ്മൾ ആ ബ്ലാങ്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അലസാ കുലസ ഇങ്ങനെ നമ്മുടെ ബ്ലാങ്കറ്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ടൈ ചെയ്ത് വെക്കാം. കിച്ചൂസിന് നൈറ്റ് ബ്ലാങ്കറ്റ് ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ, ഉറങ്ങുമ്പോൾ മാത്രം. അത് കഴിയുമ്പോഴത്തേക്ക് അവൻ ചവിട്ടിയെടുത്ത് ദൂരെ എറിയും കേട്ടോ. അതാണ് കേട്ടോ ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാവേ. കിച്ചൂസിൻ്റെ സ്റ്റഡി ടേബിൾ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്, ബെഡിനോട് ചേർന്ന് തന്നെ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം കേട്ടോ. ഇവൻ എപ്പോൾ നോക്കിയാലും ഡ്രോയിങ്ങാണ്. അതുകൊണ്ട് അതിൻ്റെ പൊട്ടും പൊടിയും അതിൻ്റെ കുറേ ആർക്കും വേണ്ടാത്ത വണ്ടിയുടെ കുറേ അവശിഷ്ടങ്ങളും അതും ഇതുമെല്ലാം ഇവിടെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത്യാവശ്യം കച്ചിലായിട്ട് തന്നെ നടക്കുന്നു കേട്ടോ. അതൊക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരുവിധം ഒതുക്കലും പറക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് തൂത്തെടുക്കണം, ഒന്ന് തുടയ്ക്കണം, മൊത്തത്തിൽ ഇനി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ തീരുവേ. നമുക്കൊന്ന് തൂത്തെടുക്കാം. അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. ഡെയിലി തുടയ്ക്കത്തില്ലെങ്കിൽ നമ്മൾ ഡെയിലി തൂക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പൊടിയൊന്നും ഇല്ല, അതൊക്കെ തൂത്തെടുക്കാം. അങ്ങനെ നമ്മുടെ റൂമൊക്കെ നമ്മൾ അത്യാവശ്യം തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ജനലൊക്കെ ഒരുവിധം എല്ലാം ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെയും പൊടിയുണ്ടെന്നേ. അങ്ങനെ പൊടിയെല്ലാം നമ്മൾ കട്ടിൻ്റെ കീഴിൽ നിന്നും ജനലിൻ്റെ അടുത്തു നിന്നൊക്കെ നമ്മൾ പൊടിയാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ റൂമിലെ പൊടികളും എല്ലാം കൂടെ എടുത്ത് ഞാനിങ്ങനെ ഹാളിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ നിന്നുള്ള പൊടികളും എല്ലാം കൂടെ ഒക്കെ ഒന്ന് തൂത്ത് നമ്മുടെ റൂമിനകത്തു നിന്നുള്ള പൊടികളെല്ലാം കൂടെ ഒന്ന് തൂത്ത് കൂട്ടി വാരിക്കളയാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഘട്ടം എത്തുമ്പോഴത്തേക്ക് മനസ്സിനുണ്ടാകുന്നൊരു
സന്തോഷം എൻ്റെ ദൈവമേ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഒന്നാമത് പൊടിയുടെ അലർജി, അതിൻ്റെ കൂടെ തൂക്കിയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ഒരു ചടങ്ങ് കഴിയാറാകുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് കേട്ടോ കിട്ടുന്നത്. അങ്ങനെ ഏകദേശം നമ്മളുടെ ആ ഒരു പണി കഴിഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഈ ഒരു ക്ലീനിങ് സെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒട്ടും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ആയുധം എടുത്തിട്ട് നമ്മൾ തുടപ്പിനുള്ള പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എല്ലാം തുടച്ചെടുത്ത് മമ്മിയുടെ റൂം തുടച്ചു, ഫസ്റ്റ് റൂം തുടച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സിറ്റൗട്ടെല്ലാം ഓൾറെഡി നമ്മൾ ആദ്യമേ തന്നെ തുടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാളിലെ കാര്യങ്ങളെല്ലാം നമ്മൾ തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ റൂമിൽ പോയി അവിടെ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബായ്.